നല്ല പടം. നല്ല മേക്കിംഗ് ആയിരുന്നു മൂവി. പിന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ മൂവിയാണ്, സ്റ്റഡീസിനൊക്കെ നല്ല യൂസ് ആവുന്ന മൂവിയാണ്. കുറേ നാളായി ഇങ്ങനൊരു മൂവിയൊക്കെ കണ്ടിട്ട്. കരിഞ്ച തെയ്യത്തിൻ്റെ നല്ലൊരു ചിത്രീകരണം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് തെയ്യം കാണാനായിട്ട് കണ്ണൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ലോണം ചെയ്തിട്ടുണ്ട് സിനിമ. അടിപൊളി സിനിമയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, അടിപൊളി, ഒന്നും പറയാനില്ല. കിട്ടില്ല മേക്കിംഗ്, മ്യൂസിക് ആണെങ്കിലും BGM ആണെങ്കിലും അടിപൊളി. എന്തുകൊണ്ടാണ് അണ്ടർ റേറ്റഡ് ആവുന്നതെന്ന് മനസ്സിലാവണല്ലോ. സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി തീമാണ്. ആ ബേസിൽ നോക്കുമ്പോൾ നല്ല സിനിമയാണ്. ബാക്കി ഒക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. ആള് കുറവാണ്, പക്ഷേ സിനിമ ഗംഭീരമാണ്, അടിപൊളിയാണ്. ഇത് അങ്ങനെ മെഗാസ്റ്റാർസ് ഒന്നും ഇല്ലെങ്കിൽ പോലും സിനിമ സൂപ്പറാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അണ്ടർ റേറ്റഡ് ആയി പോകുന്നത്. അടിപൊളി പടമായിരുന്നു. മ്യൂസിക്കും ക്യാമറ വർക്കൊക്കെ കൊള്ളായിരുന്നു. മറ്റേ തീം സോങ് ഇല്ലേ, താലാലെ, അത് അടിപൊളിയായിരുന്നു. നമ്മൾ ഈ തെയ്യം ആ ബേസ് കാരണം കാണുന്ന, നമ്മൾ പാലക്കാട് സൈഡായ കാരണേ ആ സൈഡത്തെ കണക്ട് ചെയ്യാൻ പറ്റുമോ അത്. പല ഏതോ 10 ഇല്ലില്ല എന്താ 14 15 നമുക്കിപ്പോഴും അതിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ 14-15 ഐറ്റങ്ങളുണ്ട് അവിടെ നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു 5 4 നമ്മൾ പോയിട്ട് കണ്ടിട്ടുണ്ട്, മൊത്തം കാണാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല മൂവിയായിരുന്നു. കുഴപ്പമില്ല, എല്ലാവരും നല്ല അഭിനയമായിരുന്നു. നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണണം. കേരളത്തിൽ ജനിച്ചു വളർന്ന എല്ലാവരും പോയി കാണണം. മസ്റ്റ് മൂവിയാണ്, കാണാൻ പറ്റിയ നല്ല മൂവിയാണ്. അങ്ങനെ കണക്ട് ചെയ്യുന്നവർക്ക് ഈ ബെസ്റ്റ് മൂവി. കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഓരോ മുത്തപ്പൻ്റെ പരിപാടിക്കും അങ്ങനെയൊക്കെ കാണാൻ പോണവർ. തെയ്യം നമുക്ക് കണ്ടപ്പോൾ നമ്മൾ ഇത്ര ഇതുണ്ടോ അറിയാത്തൊരു പോലെ നന്നായിട്ട് മനസ്സിലാക്കും. ഇത് കാണുമ്പോൾ മസ്റ്റായിട്ട് പോയി എല്ലാവരും വാച്ച് ചെയ്യണം. അടിപൊളി ഓക്കെ, എല്ലാം അടിപൊളിയാണ്. ഇഫക്റ്റ് എല്ലാം നല്ല സൂപ്പർ, നല്ലൊരു മൂവിയായിരുന്നു, നല്ല മൂവിയായിരുന്നു. എല്ലാ ക്യാമറ അവിടെ ആ ലൊക്കേഷൻ നല്ല ലൊക്കേഷനാണ്, എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. കൊള്ളാം, നല്ല അഭിനയമാണ്. പുതിയ ആൾക്കാരാ. ഡോക്ടർ അജയ് കുമാറിൻ്റെ ഫിലിമാണ്, നല്ല മൂവിയാണ്. ഉണ്ട്. ഓരോ തിറകളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഭഗവതിയായിട്ടും ഭൈരവനായിട്ടും എല്ലാം നല്ല ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ എനിക്കൊന്നും ഈ മൂവി കാണുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ തിറയാട്ടം എല്ലാം ഒരേപോലെയാണ്. ഏത് കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ മൂവി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം കുറച്ച് എന്തെങ്കിലും നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും ഓരോ തിറയാട്ടത്തിനെ പറ്റിയുള്ള. നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്. അതിന് വേണ്ട പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല. കരിഞ്ച തെയ്യം ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് സൗത്ത് കേരളയിലെ ആൾക്കാർക്ക് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. നല്ല സൗണ്ട് എക്സ്പീരിയൻസും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ വലിയ പ്രതീക്ഷ ഇല്ലാണ്ടാണ് വന്നതെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോൾ പൊളിയാണ്. അടിപൊളിയാണ്, നല്ല പടമായിരുന്നു. ഞാൻ കണ്ണൂർ തെയ്യത്തെ അറിയുന്നത് കൊണ്ട് അതെടുത്ത് കാണിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ കയറുന്ന സമയത്ത് വലിയ പ്രതീക്ഷ ഇല്ലാണ്ട് കയറിയിരുന്നാലും നമ്മൾ കണ്ടതിന് നമുക്ക് വർത്താണ്. നല്ല അടിപൊളി പടമാണ്. കുറേ നാൾക്ക് ശേഷം നല്ലൊരു പടം കാണാൻ പറ്റും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എഫക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. രസമുണ്ട് കാണാനും. നല്ല അത് അനുഭവിച്ചതുകൊണ്ട് നമുക്കത് ഒരു നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇതൊരു കഥയാണ്, കറക്റ്റാ പറഞ്ഞാൽ ശരിയാവില്ല. എന്നാലും കൊള്ളാം. അല്ല കുഴപ്പമില്ല, നല്ല പടം കണ്ടോണ്ടിരിക്കാം. ക്യാമറയൊക്കെ സെറ്റപ്പാണ്. വലിയ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം.